ഹലോ എവരിവൺ, CUET എക്സാമിനേഷൻ ഇങ്ങ് അടുത്തിരിക്കുകയാണ്. ഇനി കുറച്ച് നാളുകൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്ന സമയത്ത് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊണ്ടുപോയേ പറ്റൂ. ഇത് മറന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാനേ സാധിക്കില്ല. സോ അങ്ങനെയെങ്കിൽ നമ്മൾ കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത്, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധയോടെ അവസാനം വരെയുള്ള എല്ലാ പോയിന്റ്സും കൃത്യമായിട്ട് കേൾക്കുക. അപ്പോൾ നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയ്യിൽ കരുതേണ്ടത് ഒന്ന് ഫോട്ടോസാണ്. ഏത് ഫോട്ടോയാണോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ടൈമിൽ അപ്ലോഡ് ചെയ്തത് അത് തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ കരുതിയിട്ടുണ്ടാവണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത് നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കേണ്ടത് ഫോട്ടോ പതിപ്പിച്ച ഐഡൻറ്റിറ്റി കാർഡാണ്. നിങ്ങൾക്ക് ആധാർ കാർഡ് കൊണ്ടുപോകാം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂൾ ID കാർഡ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിൻ്റെ പാസ്ബുക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, +2 ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഫോട്ടോ പതിപ്പിച്ച ഏതൊരു ഡോക്യുമെൻറ്റും നിങ്ങൾക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്, ഇപ്പോൾ നിങ്ങൾക്ക് റിലാക്സേഷൻ ടൈമൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ആ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഹാജരാക്കേണ്ട മെഡിക്കൽ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, അത് ഉറപ്പായും നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിലാക്സേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ പേർക്ക് ഡൗട്ട്, ഡ്രസ് കോഡൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ CUETക്ക് പോകുമ്പോൾ ഡ്രസ് കോഡ് നമ്മളത് ഫോളോ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. ആക്ച്വലി സിമ്പിളായിട്ടൊരു ഡ്രസ്സ് ധരിച്ച് പോകുക എന്നുള്ളതാണ് അതിന് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. കോംപ്ലിക്കേറ്റഡ് ആക്കാതെ വളരെ നമ്മൾ സ്കൂൾ യൂണിഫോം ആണെങ്കിൽ ബെറ്റർ, വേറെ ഒന്നും നോക്കണ്ട, അത് തന്നെ ഇട്ടുകൊണ്ട് അങ്ങ് പോയാൽ മതി. അല്ല, നിങ്ങൾ സാധാരണ ഡ്രസ്സ് ധരിക്കുന്നതിനെ കുറിച്ച്, നിങ്ങൾക്ക് ഡ്രസ് കോഡിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡ്രസ് കോഡിൻ്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാവുന്നതാണ്. പിന്നെ കൂടുതൽ എന്താ പറയുക, അതിനകത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വാട്ടർ ബോട്ടിലിൻ്റെ കേസ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. അതിനകത്ത് മറ്റ് സ്റ്റിക്കേഴ്സോ ഒന്നും തന്നെ പാടില്ല എന്നേ ഉള്ളൂ. ക്ലിയർ ആയിട്ട്, അതായത് അപ്പുറം ഇപ്പുറം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലിയർ ബോട്ടിൽ നിങ്ങൾക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. പെൻ ആക്ച്വലി അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യാനാണ്, പെൻ ആൻഡ് പേപ്പർ. കാരണം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ഇപ്പോൾ പ്രോബ്ലംസ് ഒക്കെ വരുമല്ലോ, അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പേപ്പേഴ്സ്, റഫ് പേപ്പർ എല്ലാം അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷൻ ഒന്നും വേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് കരുതിയിട്ടുണ്ടെങ്കിൽ സുഖമായി. കാരണം CBT ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണല്ലോ. അപ്പോൾ ഇതിന് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ കരുതേണ്ടത്. ഇത്രയും കൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പോകണം. ഇതല്ലാതെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനം കൂടിയുണ്ട്. എന്തായിരിക്കും അത്? അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡില്ലാതെ പരീക്ഷയ്ക്ക് പോയിട്ട് ഒരു കാര്യമില്ല. സോ അഡ്മിറ്റ് കാർഡ് കൃത്യമായിട്ട് കരുതിയിട്ടുണ്ടാവണം. അതിനകത്ത് നിങ്ങൾക്ക് സൈൻ ചെയ്യാനും അതിനകത്ത് ഫോട്ടോ ഒട്ടിക്കാനും ഒക്കെയുള്ള കോളംസ് ഉണ്ട്. അത് അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്യുമല്ലോ, അത് റിലീസ് ചെയ്യുന്ന ടൈമിൽ അത് എവിടെയാണ് അത് ഒട്ടിക്കേണ്ടത്, എവിടെയാണ് അത് പേസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് സൈൻ ചെയ്യേണ്ടത്, അവിടെ ചെന്നിട്ടാണോ നിങ്ങൾ അത് ചെയ്യേണ്ടത്, എവറി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.